നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെയും പിന്നെ USA, UK, കാനഡ പോലുള്ള ചില പ്രധാന വികസിത രാജ്യങ്ങളിലെയും സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്ക് ഈ ലൈസൻസ് അല്ലെങ്കിൽ അംഗീകാരം നൽകുന്ന രീതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു ഡിസൈൻ നിർമ്മാണ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിലെ വ്യത്യാസങ്ങൾ. നമ്മുടെ കയ്യിലുള്ള ചില റിപ്പോർട്ടുകളും പഠനങ്ങളും നോക്കുമ്പോൾ ശരിക്കും ഇന്ത്യയിലെ സിസ്റ്റവും ഈ പറഞ്ഞ രാജ്യങ്ങളിലെ സിസ്റ്റവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി ഇതിനെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ശരി, ഇന്ത്യയിലെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ എന്താ പ്രധാനമായും ഒരു കമ്പനി രജിസ്ട്രേഷൻ മതിയോ, MCA രജിസ്ട്രേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന ലൈസൻസ്? അതെ, അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇന്ത്യയിൽ നമ്മളൊരു സ്ഥാപനം എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ USA, UK, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ എഞ്ചിനീയറിംഗ് സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൽ ലൈസൻസ് ഉള്ള പ്രൊഫഷണൽ എഞ്ചിനീയർമാർ നിർബന്ധമായും വേണം. ഓ, അങ്ങനെയാണോ? അതെ. US-ൽ PE, UK-ൽ CNG എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ലൈസൻസ് ആണ് പ്രധാനം. ഡിസൈൻ പ്ലാനുകളിലൊക്കെ ഒപ്പുവെക്കാനും സ്റ്റാമ്പ് ചെയ്യാനും ഈ ലൈസൻസ് ഉള്ള എഞ്ചിനീയർമാർക്കേ അധികാരമുള്ളൂ. ശരി. അപ്പോൾ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായാലും ഈ ലൈസൻസ് ഉള്ള ആളില്ലെങ്കിൽ കാര്യമില്ല. വ്യക്തിഗത യോഗ്യതയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഗുണനിലവാര പരിശോധനയുടെ കാര്യത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? തീർച്ചയായും വ്യത്യാസമുണ്ട്. കാരണം ലൈസൻസ് ഉള്ള എഞ്ചിനീയർക്ക് ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തം വരുന്നുണ്ടല്ലോ. വികസിത രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പബ്ലിക് പ്രോജക്റ്റുകളിൽ ഓഡിറ്റുകൾ വളരെ നിർബന്ധമാണ്. പിന്നെ ISO പോലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കണം. ഡിസൈൻ അപ്രൂവ് ചെയ്യുന്ന ആൾക്ക് നേരിട്ട് ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ക്വാളിറ്റിയിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലോ? ഇവിടെ അത്ര സ്ട്രിക്റ്റ് അല്ല എന്നാണോ? ഇന്ത്യയിൽ വലിയ സർക്കാർ പ്രോജക്റ്റുകളിലൊക്കെ ഉണ്ടാവാം, എന്നാലും പൊതുവെ അത്ര കർശനമല്ല. ഓഡിറ്റുകളും കുറവാണ്. ഈ ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാന വിഷയം ഇൻഷുറൻസ് ആണെന്ന് തോന്നുന്നു. റിപ്പോർട്ടിൽ കണ്ടു ഇന്ത്യയിൽ പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ്, അതായത് PI ഇൻഷുറൻസ് മിക്കവാറും നിർബന്ധമല്ലെന്ന്. അതെ, അത് വലിയൊരു വ്യത്യാസമാണ്. വികസിത രാജ്യങ്ങളിൽ ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും നിർബന്ധമാണ്. എന്തെങ്കിലും ഡിസൈൻ പിഴവുകൊണ്ടോ മേൽനോട്ടത്തിലെ കുറവുകൊണ്ടോ ഒരു നഷ്ടം സംഭവിച്ചാൽ ഈ ഇൻഷുറൻസ് ഒരു പരിരക്ഷ നൽകും. സ്ഥാപനത്തിനും ക്ലയന്റിനും പൊതുജനങ്ങൾക്കും ഒരു സുരക്ഷയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം വന്നാൽ നഷ്ടപരിഹാരം കിട്ടാനും ആരാണ് ഉത്തരവാദിയെന്ന് കണ്ടെത്താനും ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലേ? കൃത്യം. ആ ഉത്തരവാദിത്തം പലപ്പോഴും ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നു. നടപടികൾ വൈകാം അല്ലെങ്കിൽ ഇല്ലാതാവാം. ശരിയാണ്. ഈ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയും മേൽനോട്ടത്തിലെ കുറവും കാരണം അടുത്ത കാലത്ത് ഇന്ത്യയിൽ കുറച്ച് നിർമ്മാണ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ടല്ലോ. ഗുരുഗ്രാമിലെ ആ ഫ്ളാറ്റ് തകർന്നത്, ചെന്നൈയിലെ സംഭവം, സൂറത്തിലെ പാലത്തിലെ വിള്ളൽ. അതെല്ലാം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ലൈസൻസിംഗ് ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര യോഗ്യതയില്ലാത്ത സ്ഥാപനങ്ങൾക്കും ഈ ഫീൽഡിൽ വരാൻ പറ്റുന്നു. നിയമപരമായ ബാധ്യത കുറയുമ്പോൾ സ്വാഭാവികമായും ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള ആ ഒരു പ്രഷറും കുറയും. ഇത് എഞ്ചിനീയർമാരുടെ ജോലിയെ തന്നെ വില കുറച്ച് കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഉണ്ട്. പലപ്പോഴും എഞ്ചിനീയർമാരെ ഒരു ചെലവായിട്ടാണ് കാണുന്നത്. സേഫ്റ്റിക്കും എഫിഷ്യൻസിക്കും വേണ്ട പ്രധാനപ്പെട്ട ഒരാളായി കാണുന്നതിന് പകരം. ഓ, അത് കഷ്ടം തന്നെ. ഈ ക്വാളിറ്റിയും ഉത്തരവാദിത്വവും പോലെ തന്നെ ടെക്നോളജിയുടെ ഉപയോഗത്തിലും നമ്മൾ കുറച്ച് പിന്നിലാണോ? BIM ഒക്കെ പോലത്തെ കാര്യങ്ങളിൽ? അതും ഒരു പ്രധാന പോയിന്റാണ്. BIM, അതായത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, പല വികസിത രാജ്യങ്ങളിലും UK, ഫിൻലാൻഡ്, നോർവേ പോലുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് പ്രോജക്റ്റുകൾക്ക് നിർബന്ധമാണ്. അതെ, അത് ഡിസൈനിങ്ങിലും നിർമ്മാണത്തിലുമൊക്കെ ഒരുപാട് കൃത്യതയും സഹായവും നൽകും. ഇന്ത്യയിൽ ഇത് മെട്രോ, സ്മാർട്ട് സിറ്റി പോലെ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും ഇത് ഓപ്ഷണലാണ്. അതുപോലെ നമ്മുടെ IS കോഡുകൾ പലതും അപ്ഡേറ്റഡ് അല്ല. പക്ഷെ മറ്റു രാജ്യങ്ങൾ യൂറോ കോഡ്, ACI, BS കോഡ് പോലെയുള്ള എപ്പോഴും പുതുക്കുന്ന സ്റ്റാൻഡേർഡുകളാണ് ഉപയോഗിക്കുന്നത്. ശരി. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടുകൾ നിർദ്ദേശിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങൾ വരണം? പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ലൈസൻസ് ഉള്ള എഞ്ചിനീയർമാർ വേണമെന്നുള്ള നിയമം കൊണ്ടുവരണം.
പിന്നെ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഒരു തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ നിർബന്ധമാക്കണം. ഓക്കെ. എഞ്ചിനീയറിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ ശക്തിപ്പെടുത്തി ഒരു നാഷണൽ രജിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവരണം. വലിയ പ്രൊജക്ടുകൾക്ക് BIM നിർബന്ധമാക്കണം. ISO സർട്ടിഫിക്കേഷൻ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ PI ഇൻഷുറൻസ്. അതെ, പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് നിർബന്ധമാക്കണം. ഇതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിലെ സിസ്റ്റം കൂടുതൽ പ്രൊസീജിയറിലും പേപ്പർ വർക്കിലും ഫോക്കസ് ചെയ്യുമ്പോൾ വികസിത രാജ്യങ്ങൾ യോഗ്യത, കഴിവ്, പിന്നെ വ്യക്തിഗത ഉത്തരവാദിത്തം ഇതിലാണ് ഊന്നൽ നൽകുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. ആ വ്യത്യാസം നിർമ്മാണത്തിന്റെ ഗുണമേന്മയെയും പൊതുജന സുരക്ഷയെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഗ്ലോബൽ ലെവലിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളുടെ ഒരു മത്സരശേഷിയെയും ഇത് പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ശരി. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കട്ടെ. ഈ നിർദ്ദേശിച്ച മാറ്റങ്ങളൊക്കെ, അതായത് ഈ ലൈസൻസിംഗ്, തേർഡ് പാർട്ടി ചെക്ക്, ഇൻഷുറൻസ് ഒക്കെ കൊണ്ടുവന്നാൽ തുടക്കത്തിൽ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുമായിരിക്കും, അല്ലേ? സാധ്യതയുണ്ട്. അത് അവസാനം കൂടുതൽ ലാഭകരമാവില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് അടുത്ത തവണ കാണാം.